പറഞ്ഞ എല്ലാം വരും എന്ന് പറഞ്ഞാൽ വരും. ലുലു വരുമെന്ന് പറഞ്ഞു, ലുലു വന്നു. ഏതാണ്ട് ഒരു 500 പേർക്ക് ഡയറക്റ്റായും 1000-ഓളം പേർക്ക് ഇൻഡയറക്റ്റായും ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമായി ഇത് മാറും. രണ്ടുപേരും എഗ്രിമെന്റ് ഒപ്പിട്ടു. ഇനി പരസ്പരം കൈമാറുകയാണ്, എഗ്രിമെന്റ് കൈമാറുകയാണ്. 4-5 മാസക്കാലം കൊണ്ട് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ യാഥാർത്ഥ്യമാവും. ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നു എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തുള്ള ഷോപ്പുകളൊക്കെ പൂട്ടിപ്പോകും അല്ലെങ്കിൽ അടച്ചു പോകുന്നൊക്കെ പറയുന്നത് വെറും തെറ്റായ ധാരണയാണ്. യൂസഫ് അലി സാറിന്റെ പ്രത്യേക സപ്പോർട്ടും പരിഗണനയും സാറിന് വേണ്ടിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് നിർമ്മിച്ച ഒരു ഷോപ്പിംഗ് മാൾ. ഏകദേശം 30,000 സ്ക്വയർ ഫീറ്റിലുള്ള ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനും ലുലു ഏറ്റെടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ തന്നെ അഭിമാനമായ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മോഹൻലാലിന്റെ സ്വന്തം തിയേറ്റർ ആയിട്ടുള്ള ആശീർവാദ് സിനിമ തുടങ്ങാൻ കഴിഞ്ഞു. ഇപ്പൊ ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നതോടെ ഈ മാർക്കറ്റിലേക്ക് വരുന്ന മറ്റ് കടകളുടെ എല്ലാം, മറ്റ് വ്യാപാരികൾക്കെല്ലാം വലിയ നേട്ടമായിരിക്കും. അതോടെ പത്തനാപുരം മാർക്കറ്റ് ഉണരും. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റും മറ്റ് മാർക്കറ്റുകളിലെ ഈ നല്ല ഷോപ്പുകളൊക്കെ ഈ മാളിൽ വരുന്നതോടുകൂടി പത്തനാപുരത്ത് മറ്റ് കച്ചവടക്കാർക്ക് കച്ചവടം കുറയുമെന്നാണ്. അത് തെറ്റായ ധാരണയാണ്. അബുദാബി പോയി യൂസഫ് അലി സാറിനെ നേരിട്ട് കണ്ട് ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എങ്ങനെയെങ്കിലും അത് നമുക്ക് ചെയ്തു കൊടുക്കണം, നീ അത് ഉപേക്ഷ വിചാരിക്കാതെ ചെയ്യണം എന്ന് പറഞ്ഞത് പ്രകാരം പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് അഗ്രസീവായി വന്നു. ദുബായിലെ വീട്ടിലിരുന്നുകൊണ്ട് രാത്രി ജോയിയെ വിളിച്ചു. രാത്രി ഗണേഷ് കുമാറിന്റെ ഒരു ആവശ്യമാണ്, ചെയ്തു കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. ജോയിയുടെ അവസാന വാക്കതാണ്, ഒന്നും നോക്കാനില്ല, അത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. 600 പേർക്ക് ഒരു സ്ഥാപനം ജോലി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പത്തനാപുരത്തിന് അതൊരു അനുഗ്രഹമാണ്.